നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞ പല ന്യൂസും മെയിൻ സ്ട്രീം അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അത് ഓൺലൈൻ മീഡിയാസാണ് തന്നിരിക്കുന്നത്. അവർ ധൈര്യപൂർവ്വം കൊടുക്കുകയാണ്. കാരണം അവർക്ക് ഇവൻ്റെ പരസ്യം കൊണ്ടല്ല അവർ ജീവിക്കുന്നത്, അവർക്ക് ഈ രീതിയിലും. പക്ഷേ അവർക്കും പിടിച്ചു നിൽക്കണം. അപ്പോൾ മൂവി റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരാളെ ഭാഗം മൂവി റിവ്യൂ ചെയ്യുന്ന തെറ്റു ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ തെറ്റ് എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമയെ നശിപ്പിച്ച് അടങ്ങും, അയാളെ നിന്ന് കൈക്കൂലി കിട്ടിയില്ല. ഇതാണ് വിഷയമെങ്കിൽ ഞാൻ പറയുന്നത് ഈ റിവ്യൂ കണ്ടാൽ മാത്രമേ ജനങ്ങൾ സിനിമ കാണുന്നു അങ്ങനെ ചിന്തിക്കുന്നവരാണ് അതിൽ മാറേണ്ടത്. എങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് മാറും. അപ്പോൾ ഈ ഭീഷണിയൊക്കെ എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് 50 ലക്ഷം ലൈക്കുണ്ട്, ഞങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കേരളത്തിലെ ജനങ്ങൾ കേൾക്കുക എന്നുള്ള അഹങ്കാരമാണ് ഇതിലെ പ്രധാനം. ശരിയല്ലേ? കാരണം ഇവർ പറയുന്നതിനെക്കാട്ടും വിഷയം അല്ലാണ്ട് നിങ്ങളൊരു റിവ്യൂ പറയുന്നു, ആളുകൾ നിങ്ങളെ പൊങ്കാലിടുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റുള്ളവരും നിങ്ങളെ ബോസ് പറയുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബോസ് പറയുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവർ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്, നമ്മളെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നായകനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ പരിപാടി നിർത്തിപ്പൊക്കൂടെ? ഇപ്പോൾ വിഷമം പറയുമ്പോൾ അപ്പം ഇപ്പം പറഞ്ഞ ഉത്തരവുണ്ട്, അവരെ എനിക്ക് കറക്റ്റായിട്ട് 1-ാം തീയതി ശമ്പളം തരുന്നുണ്ട്, ഞാൻ വേറെ പല പണിക്ക് പോകുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ശരിക്കും ഒരു, അല്ലാതെ ഞാൻ ഒരാളെ തെറ്റെന്ന് പറയുന്നില്ല, ഞാൻ ഇവിടെ ഒരു ഇതും തെറ്റെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണപക്ഷം തെറ്റാണെന്നോ പ്രതിപക്ഷം തെറ്റാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ വിഷയമേ അതല്ല. വിഷയം മുഴുവൻ പ്രവാസികൾ വന്നാൽ കേരളം എങ്ങനെ മുന്നോട്ട് പോകും, അതാണ് ആ ഒരു. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് കുറേയേറെ ഉത്തരവുണ്ട്. അതായത് മദ്യം, ലോട്ടറിയും ഡീസലിൻ്റെ ഇത് കിട്ടുന്ന ടാക്സ്, അതായത് ഇപ്പോൾ നിങ്ങൾ 100 രൂപയ്ക്ക് അടിക്കുമ്പോൾ 30 രൂപയാണ് സർക്കാരിന് കിട്ടും തോന്നുന്നു, കേന്ദ്രത്തിനും കിട്ടുന്നുണ്ട്. ആക്ച്വലി 50 രൂപയുള്ളൂ, 20 രൂപ കേന്ദ്രവും 30 രൂപ കേരളത്തിനും കിട്ടും. ഇതൊക്കെയാണ് പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന കാര്യം ഇതാണ്. പിന്നെ സെസ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വണ്ടി ഇറക്കിയില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അപ്പോൾ ഞാൻ പറയും, പൈസ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇറക്കില്ല, നിങ്ങൾ ബസ്സിലൊക്കെ പോകാൻ നോക്കും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ അതൊരു ഭീകരമായ വിഷയമാണ്. പക്ഷേ അത് സിനിമയിൽ ക്ലൈമാക്സിൽ കറക്റ്റ് പറയുന്നുണ്ട്, മദ്യവും ലോട്ടറിയും ഡീസലിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ഇല്ലെങ്കിലും കേരളത്തിന് ജീവിക്കാം എങ്ങനെയെന്നുള്ളത് ആ സിനിമയിൽ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമ 20 വർഷം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും കേരളത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് സിനിമ. ഒന്ന് വെറുതെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുമ്പത്തെ കേരളം എന്നായിരുന്നെന്ന് അന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്ന. വിവാദത്തിന് വേണ്ടി ഒന്നും ആ സിനിമയിലില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോഴേ പ്രവചിച്ചു വെക്കുന്ന ഒരു സിനിമ. അതൊരു മതമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അത് ജനറലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആരും മഹാന്മാരൊന്നും അല്ല. എനിക്കും കിട്ടണം ദിവസമ്പം മഹാസ്തര്യം, എനിക്കും കിട്ടണം പണം. ഇതേ ഉള്ളൂ എല്ലാവരുടെയും അവസ്ഥ എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ സ്ത്രീയായ മുഖ്യമന്ത്രി, ഞാൻ പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇപ്പം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നു. എവിടെയൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ജനറലി നിങ്ങൾ കേൾക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ശബരിമലയിൽ 4 സ്ത്രീകൾ ഓട് ഒളിച്ചു കളഞ്ഞു, അതുകൊണ്ട് കേരളത്തിൽ മൊത്തം സ്ത്രീ സമത്വം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നമ്മളെ മുന്നിൽ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന സാധനം. അല്ലെങ്കിൽ ഒരു വനിതാ മതിലുണ്ടാക്കി, നല്ല കാര്യമാണ്. പക്ഷേ വനിതാ മതിലുണ്ടാക്കിയതുകൊണ്ട് മാത്രം ഇവിടെ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ? എന്ത് സമത്വം അവിടെ കിട്ടുന്നു? അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഷർട്ട് ഇട്ടോ, പെണ്ണുങ്ങളൊക്കെ ഷർട്ട് ഇടണം, പുരുഷന്മാരെ നിലവാരത്തിലേക്ക് ഉയരണം. അപ്പോൾ ആ പറയുന്നതിൽ തന്നെയുള്ളൊരു അബദ്ധം, ഇത്രയും കാലം സ്ത്രീകൾ താഴ്ന്നിട്ടാണ് കിടന്നു എന്നുള്ള അർത്ഥമുണ്ട്. അല്ല, ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളും പുരുഷനും സെയിമായി. അല്ലെങ്കിൽ ചില കോളേജുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് മൂത്രമൊഴിക്കാനുള്ള അവസരം. ഒരു ആണും പെണ്ണും ഒരുമിച്ച് മൂത്രമൊഴിച്ച് വെച്ചിട്ട് 2 ആൾ ഒരുമിച്ച് സ്ത്രീ സമത്വം വരുമോ? ചോദ്യം 1. ഇവിടെ എൻ്റെ സിനിമയിൽ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ചേട്ടാ സ്ത്രീകൾക്ക് അധികാരം വേണം, ഇങ്ങനത്തെ ഉടായിപ്പല്ല ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അധികാരം വേണം. നിങ്ങൾ ഞങ്ങളെ മുഖ്യമന്ത്രിയാക്കോ, നിങ്ങൾ ഞങ്ങളെ ആഭ്യന്തരമന്ത്രിയാക്കോ, നിങ്ങൾ ഞങ്ങളെ പാർട്ടിയുടെ ടോപ്പിലേക്ക് എത്തിക്കോ. അധികാരമൊന്നും തരില്ല. അല്ലെങ്കിൽ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും നിങ്ങൾ പഠിപ്പിക്കോ, സ്ത്രീയായി പറഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഫീസ് കൊടുക്കുമോ? അത് സർക്കാരിനെ 10 രൂപ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ പുരുഷനെ പോലെ ഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സർക്കാരിന് 10 രൂപയുടെ നഷ്ടമില്ല. ശബരിമലയിൽ 4 സ്ത്രീകൾ കയറി നടന്നിട്ട് സർക്കാരിന് 5 പൈസയുടെ നഷ്ടമില്ല. മനസ്സിലായി? ആണും പെണ്ണും ഒരുമിച്ച് മൂത്രമൊഴിച്ചു വിചാരിച്ചിട്ട് സർക്കാരിന് 5 പൈസയുടെ നഷ്ടമില്ല. ഞങ്ങൾ സ്ത്രീ സമത്വത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയാം. മറിച്ച് നിങ്ങൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് സർക്കാരിന് നഷ്ടമുണ്ട്. മറിച്ച് ഒരു പെൺകുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം, മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് നഷ്ടമുണ്ട്. കാരണം അധികാരം കൊടുക്കണം. അപ്പോൾ ഇതിലെ സ്ത്രീകൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് സ്ത്രീ സമത്വമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അധികാരം തരൂ, നിങ്ങൾ പണം തരൂ. ഇത് രണ്ടും തരാതെ ഗിമ്മിക്ക് കളിക്കണ്ട. അവർണൻ സവർണൻ അവിടെയും നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. SC/ST വിഭാഗത്തിന് ഞങ്ങൾ പണ്ട് സവർണന്മാരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, ഞങ്ങളൊക്കെ സവർണർക്കെതിരാണ്, അല്ലെങ്കിൽ
അതുപോലുള്ള സിനിമകൾ വരുന്നു, വാട്ടവർ. ഇത് കേൾക്കുമ്പോൾ മറ്റൊരു ഇരിക്കും, ഇവർക്കൊക്കെ ഞങ്ങളോട് എന്ത് സ്നേഹമാണ്. നേരെ തിരിച്ച് ഇപ്പോഴത്തെ എന്നല്ല, ഏത് മിനിസ്ട്രിയിൽ എത്ര SC/ST-യിൽപ്പെട്ട MLA-മാരുണ്ട്, SC/ST-യിൽപ്പെട്ട എത്ര MP-മാരുണ്ട്, ഈ SC/ST-യിൽപ്പെട്ട എത്ര പേർക്ക് നമ്മൾ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നു, അത് സംവരണ ഗതികെട്ട് കൊടുക്കുകയാണ്, ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതല്ല. എവിടെയെങ്കിലും SC/ST MLA വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ, സ്നേഹം കൊണ്ട് SC/ST-ക്കാരോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തല്ല, ഗതികേട് കൊണ്ട് കൊടുത്തു. കേരളത്തിൽ എത്ര SC/ST-യിൽപ്പെട്ട മുഖ്യമന്ത്രിമാരുണ്ട്? പറയുമ്പോൾ മുഴുവൻ പറയണം. 24 മണിക്കൂർ ഞങ്ങൾ സവർണൻ ഫാസിസം നാസിസം എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് നമ്മുടെ ഭാഗത്തുനിന്നും വരണം. ഈ തന്നെയാണ് ഈ സിനിമ പറയുന്നത്. സ്ത്രീകളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ സ്ത്രീ സമത്വമാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് അധികാരം തരൂ. അധികാരം തരൂ എന്ന് പറയുമ്പോൾ അവരെ തല്ലാനും കൊല്ലാനുമാണ് ഇവിടുന്ന് പോകുന്നത്. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഷർട്ട് ഇട്ടാലും നിങ്ങൾ മുടി മുറിച്ച് നടന്നു, നീയും പുരുഷനും ഒന്നെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്തോ ആയി തൊലയട്ടെ, നിങ്ങൾ ഒരുമിച്ച് മൂത്രം ഒഴിച്ചു, ആയിക്കോട്ടെ, വെരി ഗുഡ്. അതേപോലെയല്ല, നിങ്ങളൊരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കൂ, ഒരു സ്ത്രീയെ MLA ആക്കൂ, MP ആക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അതാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയായ പ്രേക്ഷകർക്ക് ഈ സിനിമ കാണുമ്പോൾ ശരിക്കും വിലയിരുത്താം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂസ് തന്നെയാണല്ലോ ഈ മൂവിയിൽ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പറയുന്ന ഈ പോയിന്റ് ഓഫ് വ്യൂസ് ഒക്കെ സൊസൈറ്റി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലേക്ക് സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്ന പല കാര്യങ്ങൾക്കും ചില ക്ലാരിറ്റികളുടെ ആവശ്യമുണ്ടാവാം, ഉറപ്പായിട്ടും. അപ്പം പക്ഷേ ഈ പറഞ്ഞതിന് തെളിവുണ്ട് മാഡം. ക്ലാരിറ്റിയേക്കാളും ഞാൻ പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിനൊക്കെ തെളിവുണ്ട്. ഇതേവരെ കേരളത്തിലൊരു സ്ത്രീ മുഖ്യമന്ത്രി ഇല്ല. നമ്മൾ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു തെളിവാണ്. അല്ല തെളിവാണല്ലോ. ഞാൻ പറയുന്നില്ല, ഇതുവരെ ഇല്ല, ഇതുവരെ അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് എന്തോ പറഞ്ഞു. അങ്ങനെയുണ്ടോ? അല്ല, നിങ്ങളെ പരിചയത്തിൽ ഏതെങ്കിലും സ്ത്രീയായ മുഖ്യമന്ത്രി ഉണ്ടോ? അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. അല്ല, ഞാനിവിടെ പറഞ്ഞു വെച്ച കാര്യത്തിന് ക്ലാരിറ്റി ആവശ്യമില്ലെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു. ഇപ്പം നിങ്ങൾ ചോദിച്ചോണ്ട് പറയാം. ഈ ഒരു കാര്യമല്ല. അല്ല, അപ്പോൾ ആ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് സിനിമയിൽ പറയാം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് പെർസെപ്ഷനിൽ ഞാൻ പറഞ്ഞതിൽ ഇന്ന് വരെ കറക്റ്റാണ്. SC/ST-യിൽപ്പെട്ട എത്ര മന്ത്രിമാരുണ്ട് പറ, സംവരണ അല്ലാത്തത്. പിന്നെ എവിടെയാണ് സ്ത്രീകൾക്ക് എത്രയാണ് അധികാരം കൊടുത്തത്? ഞാൻ ഒരു പാർട്ടി അല്ലല്ലോ പറയുന്നത്. ഇതേവരെ കേരളത്തിൽ എന്താണ് നടന്നത്? ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ഞാൻ എന്ത് കൊടുക്കാനാണ്? ഇന്ന് വരെ ഇങ്ങനെയാണ്. ഇപ്പം നാളെ മുതൽ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ ഇന്ന് വരെ വെച്ചിട്ടുണ്ട്, എഴുതാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി പ്രേക്ഷകർക്ക് കിട്ടിക്കാണും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് മാഡം പറയാ. ആ ഒരു കാര്യത്തിലുള്ള ആളുകളുടെ കുറച്ച് ഡൗട്ട്സിന് ഒരു ക്ലാരിഫിക്കേഷൻ ആണല്ലോ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ക്ലാരിഫിക്കേഷൻ തന്നെ ആയിരിക്കാം അത്. അപ്പം അത്തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഫിലിമിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ, ഫിലിമിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പം റീസെന്റ് ആയിട്ട് ഫിലിം ഫീൽഡിനെ പറ്റിയിട്ട് സംസാരിച്ച് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ് അറിയാലോ, ഇപ്പം ഒരു 3 മാഫിയകള് നമ്മുടെ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് കാണുന്നവർക്ക് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് മിസ്സാവുന്ന പോലെയാണ് അവർക്ക്. എന്താണ് മിസ്സായത് ചോദിക്കും.